ഇനി മറ്റൊരു കാര്യം, ഒരിക്കൽ ശരിയല്ലെന്ന് തോന്നിയ പരാമർശങ്ങൾ പോലും പിന്നീട് ശരിയാണെന്ന് ഖുർആന്റെ കാര്യത്തിൽ ബോധ്യപ്പെടുന്നു. ഒരിക്കൽ ചിലപ്പോൾ ഖുർആൻ അങ്ങനെ വായിക്കുമ്പോൾ ഇത് അബദ്ധമല്ലേ എന്ന് തോന്നിയ കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷേ പിന്നീട് പഠിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതായിരുന്നു ശരി, നമ്മുടെ ധാരണ തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഉദാഹരണത്തിന് സൂര്യൻ ചലിക്കുന്നു എന്ന് പറഞ്ഞ പരാമർശം ഞങ്ങളെല്ലാം ചെറുപ്പത്തിൽ പഠിച്ചിരുന്നത് സണ്ണി സ്റ്റേഷനറി എന്നാണ്. സൂര്യൻ ചലിക്കാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഭൂമിയെല്ലാം അതിന് ചുറ്റും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഖുർആൻ എന്നും പറഞ്ഞു എന്താ, സൂര്യൻ അതിന് സ്ഥിരമായ സ്ഥാനത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആ സ്ഥിരമായുള്ള സ്ഥാനം ഖുർആനിലെ 36-ാമത്തെ അധ്യായം സൂറത്ത് യാസീനിലെ 38-ാമത്തെ വചനത്തിൽ വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, തീർച്ചയായും സൂര്യൻ അതിന് സ്ഥിരമായുള്ള ഒരു സ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു. ഇത് ഖുർആന്റെ വിമർശകന്മാർ പറഞ്ഞു. മുഹമ്മദ് നബി ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയപ്പോൾ കിഴക്കുന്ന് പടിഞ്ഞാറൊക്കെ സൂര്യൻ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ മൂപ്പർക്ക് തോന്നിയതാണ് പടിഞ്ഞാറൊരു സ്ഥിരമായുള്ള സ്ഥാനമാണ്, അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എടമറുകിന്റെ ഖുർആൻ ഒരു വിമർശന പഠനത്തിന്റെ 1-ാമത്തെ പതിപ്പിൽ അദ്ദേഹം ഇത് വലിയൊരു വിമർശനമായി പറയുന്നുണ്ട്. സൂര്യൻ ചലിക്കണില്ല, സൂര്യന് സ്ഥിരമായൊരു സ്ഥലത്ത് നിൽക്കുകയാണെന്നായിരുന്നു അന്നത്തെല്ലാം വിചാരം. എന്നാൽ ഇന്ന് നമുക്കറിയാം സൂര്യൻ ഏറ്റവും ചുരുങ്ങിയത് 4 തരം ചലനങ്ങളെങ്കിലും ഉണ്ട്. നോക്കുക, 160 മിനിറ്റ് 20 സൂര്യൻ ചെയ്യുന്നുണ്ട്. ഓസിലേഷൻ എന്നാണ് പറയാ. സൂര്യന് ഇങ്ങനെ ഒരു തരം ചലനമുണ്ട്. രണ്ടാമത്തെ ദിവസങ്ങൾക്കകത്ത് സൂര്യൻ സ്വയം ഭ്രമണം ചെയ്യുന്നുണ്ട്. 25 ഒരു ഭ്രമണത്തിനെടുക്കുക. 25 കോടി വർഷത്തിലൊരിക്കൽ സൂര്യൻ അതിന്റെ താരാസമൂഹത്തിന് ചുറ്റും, ഗാലക്ടിക് സെന്ററിന് ചുറ്റും ചുറ്റുന്നുണ്ട്. 25 കോടി വർഷം, അതിനാണ് ഒരു കോസ്മിക് ഇയർ എന്ന് പറയാം. 25 കോടി കൊല്ലാനാവുള്ളൂ ഒരു പ്രാവശ്യം അത് ചുറ്റൽ പൂർത്തിയാക്കാൻ. പ്രപഞ്ച വികാസത്തിനനുസരിച്ച് ആകാശഗംഗയോടൊപ്പം സൂര്യനും ചലിക്കുന്നുണ്ട്. ഇങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് 4 ചലനങ്ങളെങ്കിലും ഉണ്ട്. സുബ്ഹാനല്ലദീ പിന്നെ വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ, അതിന് സ്ഥിരമായുള്ള ഒരു സ്ഥാനത്തേക്ക് അത് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി ഈ ചലനം ഖുർആന്റെ വെല്ലുവിളി ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഖുർആൻ വെല്ലുവിളിക്കുന്നു ഇതിലൊരു അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായം കൊണ്ടുവരാൻ. അതോടൊപ്പം തന്നെ ഖുർആൻ വെല്ലുവിളിക്കുന്നു അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കതീറാ. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്ത് നിസാഇലെ 82-ാമത്തെ വചനം ഖുർആൻ പറയുന്നത്, ഖുർആനിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ, അതെങ്ങാനും ദൈവത്തിൽ നിന്നുള്ളതല്ല അള്ളാഹുവിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ, അബദ്ധങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഒരബദ്ധമെങ്കിലും ഖുർആനിൽ കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് പടച്ചവനിൽ നിന്നുള്ളതല്ല എന്ന് ഖുർആൻ തന്നെ അംഗീകരിക്കാം എന്നാണ് പറയുന്നത്. ഒരബദ്ധം ലോകത്ത് ഇതുവരെ പരിശുദ്ധ ഖുർആനിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്കൊന്നും തന്നെ വസ്തുനിഷ്ഠമായി ഒരബദ്ധമെങ്കിലും ഖുർആൻ എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത്ഭുതകരമാണ് ഖുർആന്റെ സ്ഥിതി. അതുകൊണ്ട് തന്നെ ഖുർആൻ 100% ദൈവികമാണ്. ഇതേപോലെ ഈ ആസിഡ് ടെസ്റ്റുകളെല്ലാം വെച്ച് ദൈവികവാണി എന്ന് സ്ഥാപിക്കാൻ ലോകത്ത് ഒരു ഗ്രന്ഥത്തിനും സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ അറിവ്, നമ്മുടെ കഴിവ്, നമ്മുടെ വിജ്ഞാനം പരിശുദ്ധ ഖുർആന്റെ മുന്നിൽ സാഷ്ടാംഗം നമിച്ചു പോകുന്നു. പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കേണ്ട അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുന്നു. അത് ദൈവികമാണെന്ന് നമ്മൾ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നത് സത്യമാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നു. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ. അതല്ലാതെ കേവലം വാപ്പയും ഉമ്മയും പറഞ്ഞു തന്നു എന്നുള്ളതല്ല വിശ്വാസത്തിന്റെ അടിത്തറ. പടച്ചവൻ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനുമായി കടന്നു വന്ന പ്രവാചകനാണ് അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അത് പൂർണ്ണമായി ബോധ്യപ്പെട്ടുകൊണ്ട് ആണ് നമ്മൾ അംഗീകരിക്കുന്നത്. അതല്ലാതെ ആരെങ്കിലും പറഞ്ഞത് കൊണ്ടോ ആരുടെയെങ്കിലും കേവലമായ പാരമ്പര്യ വിശ്വാസമായത് കൊണ്ടോ അല്ല. ഇത് സത്യമാണ്, ഇത് തെളിയിക്കുവാൻ നാം സന്നദ്ധമാണ്. അത് സത്യമാണ് എന്നുള്ളത് കൊണ്ട് വേറെ ഏതെങ്കിലും സത്യമാണ് എന്ന് അംഗീകരിക്കുവാൻ മറ്റൊരാൾക്കൊരു അവകാശവും ഇല്ല എന്ന് നാം പറയുന്നില്ല. പക്ഷേ ഇത് സത്യമാണെന്ന് നാം പറയും, ഇതാണ് സത്യമെന്ന് പറയും, ഇത് സത്യമാണ് എന്ന് നമ്മൾ തെളിയിക്കും, ഇത് സത്യമാണ് എന്ന് നമ്മൾ പ്രചരിപ്പിക്കും എന്നുള്ളതാണ് നാം ചെയ്യുന്ന ദൗത്യം. ഈ ഖുർആനിനെ നാം അറിയുക, പഠിക്കുക, മറ്റുള്ളവർക്ക് ഖുർആന്റെ സന്ദേശം എത്തിക്കുക. അതാണ് നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കടമ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ